സഞ്ജു ഇങ്ങനെ ഇറിറ്റേറ്റ് ആവാതെ. ദേഷ്യം വിട്ടൊന്ന് റിലാക്സ് ചെയ്യ് സഞ്ജു, പ്ലീസ്. ഞാൻ ഇറിറ്റേറ്റഡ് ആയതൊന്നുമല്ല. അമ്മ നമുക്ക് വേണ്ടി ചെയ്തതൊന്നും മറന്നു കളയാനും പറ്റില്ല. ഇന്നത്തെ ദിവസം അവളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പോലും ഇവിടെ ആർക്കും കഴിയാതെ പോയല്ലോ. അതാ എന്നെ ദേഷ്യം പിടിപ്പിച്ചത്. അത് സത്യമാ. സഞ്ജുന്റെ അമ്മയ്ക്കും കാവേരി ഇളയമ്മയ്ക്കും അമ്മുന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വ്യക്തമായിട്ട് അറിയാലോ. ഈ രാത്രി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞു വെച്ചിട്ടല്ലേ അവരൊന്നും ചെയ്യാത്തെ. അമ്മയ്ക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇപ്പൊ കഴിഞ്ഞല്ലോ. നേരത്തെ അതാവായിരുന്നു. ആരും അതിനത്ര വില കൽപ്പിക്കാത്തോണ്ടാണോ? കാവേരി ഇളയമ്മയും രാജുവും മൗനം പാലിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവാത്ത. ദിനേശൻ ചെറിയച്ഛനെ ഇന്ന് കണ്ടതേയില്ല. എല്ലാവരും ഇതത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തയാണോ? അവർക്കൊക്കെ എന്ത് ചെയ്യാനാവും സ്വതി? കുറെ കാലം ഈ വീട്ടിൽ നിന്ന കുട്ടിയല്ലേ അമ്മോ. അവളുടെ പ്രശ്നം മാറുന്നു തന്നെ നമുക്ക് കരുതാം. താൽക്കാലികമായ ഒരു ഓർമ്മക്കുറവ് മാത്രമായി മറ്റുള്ളവരെ പോലും നമുക്കും കരുതാം. ഇതിനെ രോഗമായിട്ട് കാണാനും പറ്റില്ല. മനസ്സിൽ നിന്ന് ഏകദേശം 1 വർഷത്തെ ഓർമ്മകളാ മാഞ്ഞുപോയെ. അത് തിരിച്ചു വരിക തന്നെ ചെയ്യും. പ്രഭയങ്ങൾ നിന്നോട് എന്താ പറഞ്ഞത്? നാളെ തന്നെ അമ്മൂനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ അച്ഛന്റെ തീരുമാനം. അവളുടെ കാര്യങ്ങള് അമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡോക്ടറിനെ ഒന്ന് കാണിക്കാം. ഞാനും അത് തന്നെയാ തീരുമാനിച്ചത്. നമ്മൾ എത്ര കാലമായി സ്വപ്നം കണ്ട നിമിഷങ്ങള് നിറമങ്ങിയ ചിത്രം പോലെ കടന്നു പോകുന്നു. പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചെങ്കിലും പൂർണ്ണമായ അർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്കിന്ന് ഒന്നിനും കഴിയാത്ത മാനസികാവസ്ഥയില സഞ്ജു. ഏത് നിമിഷം വേണമെങ്കിലും അമ്മ വന്ന് വാതിലിൽ തട്ടി വിളിക്കാൻ. അവളുടെ മനസ്സിലും ഈ കിടക്കയുടെ ഒരു ഭാഗം അവൾക്ക് അവകാശപ്പെട്ടതാ. എത്രയും വേഗം അമ്മ പഴയ നിലയിൽ തിരിച്ചെത്തിയാൽ മതി. ഡോക്ടർ പറയാൻ പോകുന്നത് അവളുടെ ശരിക്കുള്ള ഭർത്താവിനെ കണ്ടെത്തി കൊണ്ടുവരാനാവും. നമുക്ക് സഞ്ജയനെ എത്രയും വേഗം കണ്ടെത്തണം. അവൻ വിസിറ്റിങ്ങിന് ദുബായിലോ മറ്റോ പോയെന്ന് എന്നോട് പറഞ്ഞിരുന്നു. എന്തായാലും അവനെ തിരിച്ചു വിളിക്കണം. സഞ്ജയുടെ നമ്പർ സഞ്ജു എനിക്ക് തന്നാ മതി. സഞ്ജു, കിടന്നോളൂ. അതെന്താ നീ കിടക്കുന്നില്ലേ? എനിക്കെങ്ങനെ ഉറങ്ങാനാവും? അമ്മുന്റെ കാര്യത്തില് ഒരു തീരുമാനം ആവാതെ എന്റെ മനസ്സ് ശാന്തമാവില്ല.